സിനിമകളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ മകൻ അല്ലെങ്കിൽ അമ്മ മകൾ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ താരകുടുംബത്തിന്റെ അല്ല കോംബോ താരകുടുംബങ്ങളുടെ താരകുടുംബം കുടുംബങ്ങളുടെ ഒരു വാഴ്ചയാണ്. ഇപ്പം കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞ പോലെ അമ്മയോ അച്ഛനോ ഒക്കെ സിനിമയിലുണ്ടെങ്കിൽ മികച്ച രീതിയിൽ മുന്നോട്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ ഒട്ടാകെ എടുത്തു കഴിഞ്ഞാൽ അച്ഛൻ നടനാണെങ്കിൽ മകൻ നല്ല നടൻ, അമ്മ നല്ല നടിയാണെങ്കിൽ മകള് നല്ല നടി, അങ്ങനെയാണെങ്കിൽ അവസരങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. നെപ്പോട്ടിസം എന്ന് പറഞ്ഞ സാധനം ഏറ്റവും കൂടുതൽ സിനിമാ മേഖലയിൽ ഉണ്ട്. അതിന് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ അതില് നെപ്പോട്ടിസത്തിലൂടെ അല്ലാതെ സ്വന്തമായിട്ട് ഒരു ബോഡി ബിൽഡ് ചെയ്ത് അഭിനയ പാടവം കൊണ്ട് സിനിമയിൽ സജീവമാകുന്ന നടന്മാരെയോ നടിമാരെയോ അടച്ചാക്ഷേപിക്കുന്ന കുറെ പിന്നെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ വളം വയ്ക്കുന്നത് അല്ലെങ്കിൽ ഇതിനൊക്കെ തുടക്കമിടുന്നത് തന്നെ സിനിമാ മേഖലയിലുള്ളവരാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഒരാൾ വളർന്നു വരുമ്പം അയാള് നമ്മൾക്ക് ഭീഷണിയാവുന്ന എന്ന് തോന്നുമ്പോഴാണ് കടക്കിൽ വെച്ച് വെട്ടി വീഴ്ത്താൻ നോക്കുന്നത്. അതിന് ഏറ്റവും ഭയങ്കരമായിട്ട് ഇരയാക്കപ്പെട്ട ഒരു നടനാണ് ഉണ്ണിമുകുന്ദൻ. ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞാൽ പണ്ട് മമ്മൂട്ടി ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ വന്ന ഒരു ആളാണ്. മമ്മൂട്ടി നല്ല പിന്തുണ നൽകി തന്നെയാണ് ഉണ്ണിമുകുന്ദൻ സിനിമയിലേക്ക് വന്നത്. അന്ന് അന്ന് ഉണ്ണിമുകുന്ദൻ നല്ല പിന്തുണയായിരുന്നു. മമ്മൂട്ടി കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് പേര് ബാലേന്ദ്ര മേനോൻ ഒരുപാട് നടിമാരെ കൊണ്ടുവന്നു എന്ന് പറയുന്നത് പോലെ തന്നെ മമ്മൂട്ടി ഒരുപാട് നടന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ മമ്മൂട്ടി കൊണ്ടുവന്നത് കൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു, എല്ലാവരും ഭയങ്കരമായിട്ട് പിന്തുണച്ചു. പക്ഷെ ആ മമ്മൂട്ടിക്ക് എപ്പോഴും പിന്തുണ നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കീഴിൽ തന്നെ ഒരു നടനെ നിർത്താൻ പറ്റില്ല. അയാൾ വളർന്നു വരുമ്പോൾ അയാളുടെ അഭിനയ പാഠവും അയാളുടെ ക്രിയേറ്റിവിറ്റി അയാളുടെ കഠിന പരിശ്രമം എന്നുകൊണ്ട് അയാൾ മികച്ച ഒരു നടനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അതിന് പിന്തുണയ്ക്കേണ്ടതിന് പകരം അയാളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ നമ്മൾ സമൂഹത്തിൽ കാണുന്നത്. അതെ, ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞാൽ ഇപ്പം സിനിമയിൽ ഇപ്പം സജീവമായിട്ട് നിൽക്കുന്നത് മാർക്കോ സിനിമയിലാണ്. ആ മാർക്കോ സിനിമ ഇപ്പോഴും 100 കോടി ക്ലബിൽ കയറി വീണ്ടും അങ്ങനെ വിജയിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ സഹിക്കാത്ത ആളുകളല്ലേ സത്യം പറഞ്ഞ ഇതിനെ കുറ്റം പറയുന്നത്? ഉറപ്പായിട്ടും നമ്മൾ പണ്ട് നോക്കിയാൽ സമാജം സ്റ്റാർ, സംഗി, ചാണകം എന്നിങ്ങനെയായിരുന്നു ഉണ്ണിമുകുന്ദന്റെ പേരുകൾ. ഒരിടയ്ക്ക് വെച്ചിട്ട് തന്നെയായിരുന്നു പേരുകൾ. സമാജം സ്റ്റാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്, ചാണകം വന്നിട്ടുണ്ട്, അവൻ വന്നിട്ടുണ്ട് കുറെ ഹനുമാന്റെ ഫോട്ടോയും രാമന്റെ ഫോട്ടോയും വെച്ച് സംഘി പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഉണ്ണിമുകുന്ദന്റെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ. ഇവൻ അൾട്രാ ഒരു സംഘിയാണ് ഇതാണ് പറയുന്നത്. പക്ഷെ പുള്ളി ഇതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. മറ്റേ നിവിൻ പോളിയുടെ ഡയലോഗ് പോലെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ ഞാൻ എന്ന് തന്നെയാണ് പുള്ളി ഇപ്പോഴും പറയുന്ന ഡയലോഗ്. കാരണം ഇവിടെ ഞാൻ വന്നത് എൻ്റെ ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ്. കാരണം അദ്ദേഹം ബോഡി ബിൽഡ് ചെയ്യുന്നു, അദ്ദേഹം നല്ല ക്യാരക്ടേഴ്സ് നോക്കി തിരഞ്ഞെടുത്ത് മലയാള പ്രേക്ഷകർക്ക് മുന്നിൽ വരുന്നു. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു വിജയമാണ്. പിന്നീട് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ അറിയാവുന്ന സംവിധായകരുടെ കൈ കിട്ടിയാൽ ഉപയോഗിക്കുക തന്നെ ചെയ്യും. ആ ഒരു സംവിധായകരുടെ മിടുക്ക് കൂടിയാണ് പിന്നീട് തിരക്കഥ തിരഞ്ഞെടുക്കുന്നത്. അതെല്ലാം ഉണ്ണിമുകുന്ദന് കുറച്ച് മറ്റു നടന്മാരെ അപേക്ഷിച്ച് ഉണ്ണിമുകുന്ദൻ അത് കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കരിയർ തിളങ്ങുന്നത്. ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന്റെ സിനിമകൾ വളരെയധികം പരാജയമല്ലെങ്കിൽ കൂടി എല്ലാവരും ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. പക്ഷെ അത് ചിലർ പരാജയമാക്കി തീർത്തു. നമ്മൾ മേപ്പടിയാനൊക്കെ നോക്കിയ നല്ലൊരു ഗംഭീര സിനിമയാണ്, പക്ഷെ അത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അവിടെ ചാർത്തിക്കൊടുത്തൊരു പേരാണ് ഈ സംഘി എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പലരും അദ്ദേഹത്തിന്റെ സിനിമ കാണാതിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയി നിൽക്കുന്ന ഒരു ഫോട്ടോ, ആ ഫോട്ടോ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്താൽ അവിടെ താഴെ കമന്റുകൾ എന്ന് പറയുന്നത് സംഘിയും വന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു അൾട്രാ സംഘി എന്നുള്ള പേര് തന്നെ മലയാള സിനിമ തന്നെ ചാർത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ ഉണ്ണിമുകുന്ദന്റെ പല സിനിമകളും തിയേറ്ററിൽ വരുമ്പോൾ അദ്ദേഹത്തിന് അകത്തും പുറത്തും ഒരുപാട് ശത്രുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾ തിയേറ്ററിൽ ഓടാൻ വിജയിപ്പിക്കത്തില്ല. ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും മലയാള സിനിമയെ തന്നെ എടുത്തെറിയണമെന്ന് വിചാരിക്കുന്ന പലരുമുണ്ട്. അവർ ചെയ്യുന്ന ഗൂഢതന്ത്രങ്ങളുണ്ട്. ഈ ഗൂഢതന്ത്രങ്ങൾ ചില സമയത്ത് വിജയിക്കും. അതാണ് അദ്ദേഹത്തെ ഉണ്ണിയുടെ കരിയറിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. എനിക്ക് മമ്മൂട്ടിയുടെ ഒരു പിന്തുണയോടെയാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അതായത് ബോംബെ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം വരുന്നത്. ബോംബെയിലൂടെ ഉണ്ണിമുകുന്ദനല്ല നമ്മൾ അവിടെ ഉണ്ണിമുകുന്ദൻ എന്ന വ്യക്തിയെ നമ്മൾ അറിഞ്ഞു തുടങ്ങി. പക്ഷെ അവിടെ കൂടുതൽ മമ്മൂട്ടി സിനിമയായിട്ടാണ് ആ ബോംബെ വന്നത്. ഉണ്ണിമുകുന്ദൻ അതിനൊരു സഹ നടനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പല സിനിമകളും വന്നു, എന്നാൽ പല സിനിമകളും വമ്പൻ പരാജയമായിരുന്നു. പിന്നീട് അദ്ദേഹം കയറി വരുന്നത് മല്ലു സിംഗ്.
മല്ലു സിംഗിൽ ഒരു ഗംഭീര സിനിമ തന്നെയായിരുന്നു മല്ലു സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ്, അദ്ദേഹത്തിന്റെ ഒരു തുടക്കം എന്ന് തന്നെ പറയാം. അന്നാണ് ഒരു ജിമ്മൻ അല്ലെങ്കിൽ ഒരു മലയാള സിനിമയിൽ ഒരു ജിമ്മൻ ഉണ്ടല്ലോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഉണ്ണിമുകുന്ദന് പിന്നീട് വന്ന പേരാണ് ജിമ്മൻ എന്ന്. പിന്നീട് അദ്ദേഹത്തിന് മറ്റ് സിനിമകൾ പിന്നീട് അദ്ദേഹം പിച്ച വെച്ച് നടക്കുന്നു, സിനിമകൾ ഉണ്ടാകുന്നു. എന്നാലും സിനിമകൾ വളരെ നന്നായിട്ട് തന്നെ പോകുന്നു. എന്നാലും വലിയൊരു പ്രേക്ഷക മനസ്സ് അല്ലെങ്കിൽ വലിയൊരു പിന്തുണ ആ സിനിമകൾക്ക് കിട്ടുന്നില്ല. പിന്നെയാണ് അദ്ദേഹത്തിന്റെ മാളികപ്പുറം, ഈ അടുത്തിറങ്ങിയതാണ് മാളികപ്പുറം അത് 100 കോടി ക്ലബിൽ കയറുന്നു. മാളികപ്പുറത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് 100 കോടി ക്ലബിൽ കയറിയ സിനിമയാണ്. പക്ഷേ ഈ മാളികപ്പുറം ഈ 100 കോടി ക്ലബിൽ കയറിയപ്പോൾ അദ്ദേഹത്തിനെതിരെ പീഡനം ഉയർന്നു വന്നായിരുന്നു. ആ പീഡനം കെട്ടിച്ചമച്ചതാണോ എന്ന് പോലും ഇപ്പോഴും നമുക്കറിയില്ല. അദ്ദേഹം പക്ഷെ അതിനെ എതിർത്ത് വന്നായിരുന്നു. അവർ പറയുന്നതാണ് ഉണ്ണി ഇങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ട് തന്നെ, ഉണ്ണി സെറ്റിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു പെൺകുട്ടി പറയുന്നു. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ആ ഒരു മാളികപ്പുറത്തിന് പിന്നാലെ വരുന്നു. കാരണം മാളികപ്പുറത്തിന്റെ ആഘോഷങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഇത്രയും അമ്പൻ വിജയമായിരുന്നു. അപ്പോൾ അവിടെ ഒരു പീഡനം കയറി വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു സിനിമയ്ക്ക് പിന്നാലെ ഒരു പീഡനം വരുമ്പോൾ ആ സിനിമയല്ല, അവിടെ പീഡനമാണ് കൂടുതൽ ഹൈപ്പ് എടുക്കുന്നത്. അപ്പോൾ അത് ഉണ്ണിയുടെ കരിയറിനെ വളരെയധികം മോശമായിട്ട് ബാധിച്ചു. ഉണ്ണിമുകുന്ദന്റെ ഒരു കാര്യം പറയുമ്പോഴേ നമുക്ക് ഇപ്പോഴത്തെ നടന്മാരിൽ കാണാൻ പറ്റാത്ത വേറൊരു സവിശേഷത കൂടി ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. കാരണം ഈ യുവ നിരകളിലുള്ള നടന്മാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ അരക്ക് കീഴ്പോട്ട് ശേഷിയില്ലാതായിട്ടൊക്കെ അഭിനയിക്കാൻ വേണ്ടി തയ്യാറാകുന്ന നടന്മാർ വളരെ കുറവായിരിക്കും. കാരണം ഇത്രയും ഒരു പരിവേഷം കിട്ടുന്ന ഒരു സിനിമയാണ് ഏതൊരു നടനും ആഗ്രഹിക്കുക. ആ താരപരിവേഷമുള്ള സിനിമകളിൽ അഭിനയിച്ചു വരുമ്പോഴത്തേക്കും അരക്കീഴ്പോട്ട് ശേഷിയില്ലാത്ത ഒരാളായിട്ട് അഭിനയിക്കുക, അതിനകത്ത് അതിന് സന്നദ്ധമാവുക എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമാണ്. അതാണ് ജയ് ഗണേഷ് നമ്മൾ കണ്ടത്. കാരണം അത്രയും ഒരു കഥയുടെ നല്ല തെരഞ്ഞെടുപ്പാണ് അദ്ദേഹം നോക്കുന്നത്. എന്റെ ശരീരത്തിന് അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഞാൻ പറഞ്ഞതുപോലെ പീഡനത്തിന് ഹൈപ്പ് വന്നു പിന്നീട്. പക്ഷെ ഇതിനൊന്നും അദ്ദേഹം വിട്ടുമാറി നിന്നില്ല. തന്റെ കരിയർ അല്ലെങ്കിൽ താൻ ഒരു സൂപ്പർ താരത്തിന്റെ പദവിയിൽ തന്നെ എത്തുമെന്ന് ഉണ്ണിമുകുന്ദൻ ഉറപ്പിച്ചൊരു കാര്യമാണ്. പണ്ട് ജോൺ ബ്രിട്ടാസിന്റെ അതായത് JB ജംഗ്ഷൻ ഒരു ഫേമസ് ഷോ ആണ്. അതിൽ പല നടന്മാരെയും വിളിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഉണ്ണിമുകുന്ദൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഉണ്ണിമുകുന്ദന്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഉണ്ണി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഈ ടെറസിന്റെ മുകളിൽ നിന്നെടുത്ത് ചാടാൻ പോവുകയാണ്, അതായത് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, കാരണം അദ്ദേഹത്തിന് വേറെ വഴിയില്ല എന്ന്. അപ്പോൾ ഉണ്ണി അത് കേട്ടപ്പോൾ ഉണ്ണി വളരെ കരഞ്ഞു. അതായത് നമ്മൾ ഒരു ജിമ്മന്മാർ കരയുന്നത് നമ്മൾ കാണാറില്ല. അപ്പോൾ അന്ന് ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ജിമ്മൻ കരയുവോ, കാരണം ഉണ്ണി ഇത്രയും പാവമാണോ എന്ന് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആ ഉണ്ണി അവിടെ കരഞ്ഞപ്പോൾ എല്ലാവർക്കും അത് സങ്കടമായി. അപ്പോൾ ഉണ്ണി അത് ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ സിനിമ ഒരുപാട് ആഗ്രഹിച്ചതാണ്, എൻ്റെ വ്യക്തിത്വം സിനിമയെ തെളിയിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. എന്തുകൊണ്ടും എനിക്കത് പറ്റുന്നില്ല. പക്ഷെ ഞാനത് ഉറപ്പായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉണ്ണി പറഞ്ഞൊരു നടനാണ്. അപ്പോൾ എന്തുകൊണ്ട് ഉണ്ണിക്ക് അനായാസമായിട്ട് എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാനുള്ള കഴിവ് അത് എല്ലാ നടന്മാർക്കും കിട്ടുന്നതല്ല. നേരത്തെ നമ്മൾ മോഹൻലാലിന്റെ കാര്യം പറയുന്നത് പോലെ തന്നെ അരയ്ക്ക് താഴേക്ക് തളർന്നു പോയത് അത് ജയ് ഗണേഷ് വളരെ ഗംഭീരമായൊരു സിനിമയാണ് തന്നെ പറയാം. കാരണം ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഒരു ക്യാരക്ടറാണത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൽ ആഴ്ന്നിറങ്ങി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. അത് തന്നെയാണ് ഉണ്ണിമുകുന്ദന്റെ ഒരു കഴിവെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മാർക്കോ ഇത്രയും 100 കോടി ക്ലബിൽ വന്നെത്തിയിരിക്കുന്നത്. മാർക്കോ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അസൂയാണ്. ഇപ്പൊ ബോളിവുഡ് പോലും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദിയിൽ മാർക്കോ റിലീസ് ചെയ്തിരിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്നത് വെച്ചാൽ പിന്നെ ഈ പ്രഭാസിന് പകരം അല്ലെങ്കിൽ അങ്ങനെ മികച്ച സൽമാൻ ഏതൊക്കെ ജിമ്മന്മാരുണ്ടോ ആ ജിമ്മന്മാരുടെ കോമ്പറ്റീഷന് നിൽക്കാൻ ഉണ്ണിമുകുന്ദന് സാധിക്കും. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ബോളിവുഡ് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ബോളിവുഡിനെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സൗന്ദര്യം, അഭിനയം, പിന്നെ അതുപോലെ തന്നെ സ്റ്റാർഡമിനോട് താല്പര്യമില്ല. ഈ മിഖായിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മിഖായിലാണല്ലോ മാർക്കോ എന്ന കഥാപാത്രം വന്നത്. അന്നൊക്കെ മാർക്കോക്ക് ട്രോൾ ആയിരുന്നു. കാരണം നിവിൻ പോളി കുറച്ച് 2 കത്തി കൊണ്ടാണ് മാർക്കോ ഇത്രയും ക്രൂരനായ ഒരു വില്ലനെ കൊല്ലുന്നത്. അത്രയും ഒരു ഹൈപ്പ് ആയിരുന്നു മാർക്കോ മിഖായിൽ കാണിച്ചത്. അപ്പോൾ ഒരു ട്രെൻഡിങ് ആയിരുന്നു മാർക്കോ ട്രോളൊക്കെ. പക്ഷേ ഈ മാർക്കോ എന്ന് പറയുന്ന യഥാർത്ഥ സിനിമ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു താര പദവി അങ്ങ് ഉയരുകയായിരുന്നു. കാരണം അദ്ദേഹം ചെയ്ത ഡെഡിക്കേഷൻ ആണ് അതിൽ ഏറ്റവും മനോഹരമായി പറയുന്ന ഡെഡിക്കേഷൻ തന്നെയാണ്. കാരണം ഒരു നടൻ ഇത്രത്തോളം ഒരു ഡെഡിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന് വേണ്ടി ആഴ്ന്നിറങ്ങിയെന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിക്കും. കാരണം ഉണ്ണി എന്ന് പറയുന്ന
പറഞ്ഞ വ്യക്തി കൂടുതൽ സ്നേഹിക്കുന്നത് മലയാള സിനിമയാണ്. അദ്ദേഹം പല പ്രസ്താവനകളോടും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്, താൻ ഒരു ഇടതുപക്ഷ അനുകൂലിയോ അല്ലെങ്കിൽ വലതുപക്ഷ അനുകൂലിയോ അല്ല, ഞാൻ എൻ്റെ പ്രസ്താവനകൾ പറയുന്നു. പക്ഷെ എൻ്റെ പ്രസ്താവന പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, അത്രയേ ഉള്ളൂ പ്രശ്നം. അതാണ് ഉണ്ണി പറയുന്നത്. അപ്പോൾ എന്തായാലും ഉണ്ണിയെ പിന്തുണച്ച് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാർക്കോ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് പേര് വന്നു. ഇപ്പോൾ അല്ലു അർജുൻ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമ വളരെ ഗംഭീരമാണെന്ന് പറയുന്നുണ്ട്. ഹനീഫ് അദേരിനെ വിളിച്ച് പ്രശംസിച്ചിട്ടുണ്ട്, അതായത് ഒരു തെലുങ്ക് സൂപ്പർ താരം. അപ്പോൾ ഉറപ്പായിട്ടും ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് ഉണ്ണി മുകുന്ദൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ ഇനി ആർക്കും തടയാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ ഇനിയും സിനിമകൾ വരുന്നുണ്ട്. ആ സിനിമകളെല്ലാം മാർക്കോ ഈ ജയ് ഗണേഷ് അതുപോലെ തന്നെ മാളികപ്പുറം എങ്ങനെയാണ് മലയാളി പ്രേക്ഷകർ സ്വീകരിച്ചത്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇനിയും മലയാളി പ്രേക്ഷകർ സ്വീകരിക്കും. ഒരു സമാജം സ്റ്റാറോ അല്ലെങ്കിൽ ഒരു സംഗി എന്ന ഈ പേര് മുദ്രകുത്തി അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള പേര് മുദ്രകുത്തി ഒരിക്കലും അദ്ദേഹത്തിന് തടയാൻ സാധിക്കത്തില്ല. അതെ, ഈ പറയുന്നവനൊക്കെ നാണം കെടുത്തതിന് ഉണ്ണി മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. നമുക്കറിയാലോ, പുലമ്പുന്നവർ കിടന്ന് പുലമ്പും, അത് മൈൻഡ് ചെയ്യാൻ നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. അത്രയും ഒരു ഇൻസ്പിറേഷനാണ് ഉണ്ണി ഇനിയും യുവാക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മുന്നോട്ട് പോകട്ടെ. അദ്ദേഹത്തിൻ്റെ മാർക്കോ 100 കോടി ക്ലബിൽ അല്ല, അത് 1500 കോടി ക്ലബിൽ തന്നെ കയറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഉണ്ണി.